അച്ഛാ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നടാ. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ച് പൊളിച്ച്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അമ്മ അടുക്കളയില്. പാറോട് അവള് ബാത്റൂമിൽ ഇരുന്ന് തപസ്യാണ്. എപ്പോ ഇറങ്ങുന്ന ഒരു പിടിയില്ല. അമ്മയ്ക്കാണെങ്കിൽ ഇതാ പോവാ സമയമാണ്. കുറച്ചു നേരം ഇവിടെ ഒരാള് കുറെ വയറുവേനെന്ന് പറഞ്ഞ് ചുറ്റി ഇറങ്ങി നടക്കും. പാറു തന്നെ ആണോ? അപ്പോൾ കിണ്ടർഗാർട്ടനിൽ പോണില്ലേ? എങ്ങനെ പോവും? അവൾക്ക് വയറുവേനയല്ലേ? അതെന്ത് വയറുവേന? അച്ഛാ അവളെ നമ്മള് രാവിലെ എണീപ്പിക്കാൻ തന്നെ ഒരു മൂസിൽ അടി കഴിഞ്ഞിരിക്കുക. വലിയ കുഴപ്പമായിട്ട് വരണം കേട്ടാ. ബാത്റൂമിൽ പിടിച്ചിറങ്ങാൻ. അച്ഛൻ നൈസായിട്ട് ഡീൽ ചെയ്താൽ മതി. ചിലപ്പോ ശരിക്കും ഉള്ള വയറുവേനാണെങ്കിലാ അവളിവിടെ ബഹളം വെച്ച് കുളമാക്കും. കല്യാണത്തിന് പോയാലും തിരിച്ചെത്തിയാ? ഞാൻ കെട്ടിന് മുമ്പുള്ള കളരി കയറി സദ്യ ഉണ്ട്. കെട്ട് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നു. ഭയങ്കര ആളായിരുന്നു. നിന്നെ അന്വേഷിച്ച് നീ വരാത്തത് ഇങ്ങനെ അന്വേഷിച്ച്. നമുക്ക് എവിടെയും വരാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണല്ലോ വീട്ടിലുള്ളത്. ഇത് കണ്ടില്ലേ പാട്. ഒരെണ്ണത്തെ ബാത്റൂമിൽ കയറിയ തപസ്സിരിക്കുക. ഇപ്പൊ 9:30 എനിക്ക് ഓഫീസിലെത്തണ്ട. ഇനി 10:00 എങ്ങനെ എനിക്ക് അവിടെ എത്താൻ പറ്റുമോ എന്തോ. പാലേ നിനക്ക് ഇന്ന് എവിടെയും പോകണ്ടല്ലോ? എനിക്ക് ഇവിടെ സൈറ്റിൽ പോകണം. കാക്കണ സൈറ്റിൽ പോകണം. അത് പിന്നെയല്ലേ ഒരു കാര്യം ചെയ്യാം. അയ്യോ എടാ കൊച്ചിൻ്റെ ബാഗ് എടുക്ക്. ഓക്കെ. ഞാനേ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ കൊച്ചിനെ വന്ന് കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടാക്കാം. അപ്പോഴത്തേക്ക് എനിക്കങ്ങ് പോരാണ്. എനിക്കിപ്പോൾ അവിടെ ഓഫീസിലെത്താലോ. അയ്യോ ഇത് മെനക്കെട്ട കേസാണ്. ആദ്യം ഞാൻ ബാത്റൂമിൽ ഇറക്കും. ഞാൻ താമസിച്ച് ഇപ്പോൾ പോണ വഴി ഞാൻ അങ്ങോട്ടാക്കിയിട്ട് പോകും. ഇത് ഒരു നടക്കൊന്നും പോവില്ലേട്ടാ. ഐശ്വര്യം ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇതെടുത്ത് അവളുടെ ബാഗിൽ വെക്ക്. എന്റെ ബാഗ് എവിടെ? അമ്മയുടെ ബാഗ് കണ്ടിരിക്കും. ഇനി അതിനെ കുളിപ്പിക്കാനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ബാത്റൂമിൽ ഒരു 2 മണിക്കൂറായിട്ട് അവിടെ ഇരിക്കുക. അത് കാര്യം ചെയ്യാം, ഞാൻ കുളിപ്പിക്കാം. വീട് സഹിക്കാൻ ഇത് ഈ സാധനം ഒരു വല്ലാത്തൊരു സാധനം. എന്റെ അമ്മ കഴിഞ്ഞ് ഇറക്ക്. അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു മറന്നുപോയി. സ്ഥിരം പരിപാടിയാണ്. ഇന്നാളെ നോക്കിയപ്പോ ഒരു ചരുവത്തിന് വെള്ളം നിറച്ച് അങ്ങ് വറ്റി. അയ്യടാ പറയാൻ പോയി എന്നെ വേണം തല്ലാൻ. ഇത്രയും ദിവസമായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ട്. ചുമ്മാ ഉണ്ടാക്കി പറയാലോട്ടാ. എന്താടാ എന്നെ തള്ള എന്റെ വച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഡിവോഴ്സ് ചെയ്യണം കേട്ടാ. അച്ഛാ കളയട്ടാ. ഇറങ്ങണേ. ആ ഡിവോഴ്സ് ചെയ്യണ കാര്യം ഞാൻ കേട്ടു കേട്ടാ. ഡിവോഴ്സ് ചെയ്യണ കാര്യം കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട്. ഞാൻ കേൾക്കുന്നത് ഇതൊക്കെ. ഈ വയസ്സാകാലത്ത് വേറെ കേട്ടാ പോണെങ്കിൽ അത് പറഞ്ഞേക്ക്. മിണ്ടാണ്ടിരുന്നോട്ടെ. അതും കേട്ടിട്ട് പോരും. ഇങ്ങോട്ട് ഇറങ്ങി വെച്ചാ എടി കഴിഞ്ഞ എത്ര നേരമായിടി കുളിപ്പിക്കട്ടെ ആദ്യം. എന്തോന്ന് വെച്ചാ ഞാൻ വന്ന് അടിക്കണതിന് അച്ഛൻ അടിച്ചൂടെ? ഭർത്താവിനെ അടിക്കുമ്പോൾ അച്ഛൻ അടിക്കാൻ പാടില്ല കേട്ടോ. അതിന് ഭർത്താവിനെ അടിക്കുന്നു അച്ഛനോട് ആരാ പറഞ്ഞേ? ഇങ്ങനെ പോയി അടിക്കും. അച്ഛാ വന്നുടനെ തുടങ്ങിയ അച്ഛനും മോളും കൂടെ. അല്ല അമ്മ, ഞാൻ ഭയങ്കര സന്തോഷത്തോടെ വന്നേ. അച്ഛൻ ഈ തുടങ്ങി വെച്ചത്. ഞാൻ പറഞ്ഞു 9:40 ഞാൻ പോട്ടെ ഓഫീസിൽ. നീ എന്തായാലും ഓഫീസിൽ ചിലപ്പോൾ 10:30 ആവും. നീ കൊച്ചിനെ വിളിച്ചോണ്ട് പോ. അതാകുമ്പോൾ കാര്യം തിരിഞ്ഞിരിക്കാണ്. അവക്ക് എന്താ പറ്റിയേ? വയറുവേദന. വയറുവേദനയാ? അടവ് സ്കൂളിൽ പോവാതിരിക്കും, ആ നഴ്സറി പോവാതിരിക്കാനുള്ള അടവ്. അടവാന്നൊക്കെ എനിക്കറിയാം. കൊച്ചിലെ ഈ ലച്ചുനെ കൊണ്ടാണ് ശല്യമായത്. ഇപ്പൊ ഈ കൊച്ചു തുടങ്ങിക്കണം. ഇനി എന്നെ ഉദാഹരിച്ചോളണം. അമ്മ എന്താ അമ്മ ഞാൻ കുഴിപ്പുറത്ത് പോയതിന്റെ വിശേഷം ചോദിക്കാത്തെ? അയ്യോ മറന്നു കേട്ടാ. മോളിരിക്കെ, അമ്മ ഇരിക്കാം. ഇന്ന് മോളുടെ കുഴിപ്പള്ളത്തെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് അമ്മ ജോലിക്ക് പോകുള്ളൂ. പറ, കുഴിപ്പള്ളത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മ സ്കോർ ചെയ്യുകയാണല്ലേ. അമ്മ എന്തായാലും ഓഫീസിൽ പോയിട്ട് വാ, അപ്പൊ ഞാൻ വിശേഷമൊക്കെ പറയാം. എന്റെ കൊച്ചെ ഇവിടെ തീ പിടിച്ചിരിക്കാൻ മനുഷ്യൻ ഓഫീസിൽ പോകുന്ന സമയമൊക്കെ കഴിഞ്ഞ് ഈ വിശേഷങ്ങൾ വന്നിട്ടാണെങ്കിലും അറിയാൻ പറ്റുമല്ലോ. അമ്മ മോളെ ഇവിടെ തുടങ്ങിയാണ്. കൊച്ചിനെ എങ്ങനെ നേഴ്സറി കൊണ്ടുപോകണം ഞാൻ തല ആലോചിച്ചിരിക്കുകയാണ്. നമ്മുടെ പാറക്കുട്ടി റെഡിയായി. ഇനി ബാഗും കൂടെ കിട്ടിയാ നമുക്ക് സ്കൂളിൽ പോവാം. കുഞ്ഞാ, നിന്റെ വയറുവേദന പറഞ്ഞോ? മാ ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമേ. അമ്മയ്ക്ക് ഓർമ്മയില്ലേ പണ്ട് എനിക്ക് കുഴിപ്പളത്ത് വെച്ച് വയറുവേദന വന്നപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇത്രയും വലിയ സൂചി കൊണ്ടാണ് വന്നത് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. അയ്യോ ലച്ചു അങ്ങനെ പറയല്ലേട്ടാ. കൊച്ചിനെ എന്താണ് ഈ വേദന എടുത്ത് പിഴഞ്ഞാൽ സാരിയില്ല. കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. നല്ല വേദന ഉണ്ടെങ്കിൽ കൊച്ചു സ്കൂളിൽ പോയിക്കോളും. ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ് കൊച്ചിന് അല്ലേ? ഇഞ്ചക്ഷൻ പേടിയല്ലേ? വേദന ഉണ്ടെങ്കിലും കൊച്ചു സ്കൂളിൽ പോയിക്കോളും. പക്ഷെ ഹോസ്പിറ്റലിൽ പോവില്ല. ഞാൻ കുറച്ചേരേ വന്നിട്ട് മനസ്സാവാനം കൂടെ പോയി. എന്താന്ന്
കൊച്ചിന് വയ്യാത്തണ്ടേ ഉള്ള മനസ്സാനം കൂടെ പോയെന്ന് പറയായിരുന്നു. ഇപ്പൊ പാറു എന്ത് പറയണ്, വയറുവേദന മാറിയോ? ഇല്ല ഇപ്പൊ കൂടുന്നു. ബാലു എന്നെ സകലമാന കൺട്രോളും പോകണ്ടാ. അല്ല നീ ഓഫീസിൽ പോകാൻ താമസിച്ചിട്ടല്ലേ കൺട്രോൾ പോണത്? സാരമില്ല, 10 മിനിറ്റ് അവളെ വയറുവേദന പമ്പ് അടക്കും. ഇങ്ങനെ പോയാൽ എന്റെ ജോലി പോകും, അത് ഉറപ്പാ. കരുനാക്കുളച്ച് പറ്റാതെ ഒരുവിധം പച്ച പിടിച്ച് വരെയാണ്. പിന്നെ അല്ലാണ്ട് ഇത്രയും വേദനിക്കാൻ മാത്രമുള്ള വേറെ ഉണ്ടാ കൊച്ചിന്? വലിയ വയറ് മാത്രമല്ല ചെറിയ വയറും വേദനിക്കും. അത് തന്നെ, അത് വേദനിക്കും. ഞാനേ സൂക്ഷ്മ വിളിച്ച് പറയട്ടെ, 10:30 മണിയാവുമെന്ന് വരാൻ. എന്നാ പിടി. 10 മണിയാകുമ്പോഴേ കൊച്ചിൻ്റെ വേദന കുറയും, അത് ഉറപ്പാണ്. എനിക്കുറപ്പില്ല. നീ എവിടെ പോയത്? മാറ്. എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്റെ കൊച്ചിനെ വയറുവേദന മാറാൻ വേണ്ടി ഞാൻ ഏതൊക്കെ അമ്പലത്തിലാണോ നേർച്ചയുണ്ട്? വയറുവേദന മാറാൻ നേർച്ചേ? അല്ല, ഇവളെന്തായാലും ഹോസ്പിറ്റലിൽ പോകില്ലല്ലോ, അപ്പൊ നേർച്ചയെങ്കിലും നേരാലോ. ഈ തിരിച്ചെന്നാ കുരുപ്പളത്ത് പോന്നെ? അമ്മ, ഇവളുടെ വയറുവേദനയൊക്കെ മാറിയേ. അയ്യോ വയറുവേദനിക്കുന്നേ അച്ഛാ അമ്മ. ഓസ്കാർ. അയ്യോ